ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു മുട്ടയും ഒരു പൊട്ടറ്റോയും ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഈ സ്നാക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ആദ്യം ഒരു ഫോർക്ക് കൊണ്ടോ എന്തെങ്കിലും കൊണ്ടൊന്ന് സ്പൂൺ കൊണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. അരിപ്പയിലേക്ക് നമുക്ക് ഇതിന് ഈ പൊട്ടറ്റോ ഉടച്ചു വെച്ചേക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് അരിച്ചങ്ങ് മാറ്റുക. കാരണം കട്ടയൊന്നും ഇല്ലാതെ അപ്പോൾ നമുക്ക് കിട്ടും. ഇതിനെ നമുക്കങ്ങ് നീക്കിട്ട് കൊടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഒട്ടും തരിയില്ലാതെ നല്ല നൈസായിട്ട് പൊട്ടറ്റോ കിട്ടും. നമ്മൾ എത്ര ഉടച്ചെടുത്താലും ഇത്രയും സോഫ്റ്റായിട്ട് നമുക്ക് അല്ലാതെ പൊട്ടറ്റോ കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം. പിന്നെ എന്താ ഇവിടെ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മുട്ട ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഇടുന്നത് മുളക് പൊടിയാണ്. ഇതിൽ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. പിന്നെ ഞാനിവിടെ കോൺഫ്ലോറാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ വരെ ആവാം. ആദ്യം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റാണ്, ഒന്ന് പിടുത്തം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് മതി. നമ്മൾ പൊട്ടാറ്റോയുടെ അളവിനനുസരിച്ചിട്ടിരിക്കും കോൺഫ്ലോറിൻ്റെ അളവും. എനിക്കിപ്പോൾ 2 ടേബിൾ സ്പൂൺ മതി. അതാ എൻ്റെ കയ്യിൽ ഞാൻ നന്നായിട്ട് ഓയിൽ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ എന്താ നമുക്ക് ചൂടായ എണ്ണയിലോട്ട് നമുക്കിത് പറക്കിയിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ പോലെ തന്നെ തിരിച്ച് മറിച്ചു വിട്ട് ഇതിനെ റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പമാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ്. വലിയവർക്ക് മുതിർന്നവർക്കായാലും നല്ലതാണ്. ഇതാ നമ്മുടെ പൊട്ടാറ്റോ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പൊടി മാറ്റാം. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ ചായക്കടിയും റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.